അപ്പൊ നിങ്ങൾ ചോദിച്ച ചിക്കൻ മസാല ഇതാ എളുപ്പത്തിലാണ് തയ്യാറാക്കി എടുത്താൽ നമുക്ക് ഇതേപോലെ സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായാലും ഒരു 50 ഗ്രാം പച്ചമല്ലി ഇട്ട് കൊടുക്കുക. ഒരു 10ഓളം വറ്റൽമുളക്, കളറിന് വേണ്ടിയിട്ട് ഒരു 4 പിരിയൻ മുളക് എടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിയാത്ത രൂപത്തിൽ വറുത്ത് കോരി മാറ്റുക. പിന്നെ ആ ചട്ടിക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ പുഴുക്കല്ലിൽ ഇടുക. ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ചെറുതായിട്ടൊന്ന് വറന്നു വന്നാൽ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. പിന്നെ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു 3-4 കഷ്ണം പട്ട, 20ഓളം ഗ്രാമ്പു, ഒരു 6-7 ഏലക്ക, ഒരു തക്കോലം സ്റ്റാർ എന്നൊക്കെ പറയും, ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം, ഒരു ടീസ്പൂൺ സജീരകം. എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ കിട്ടും. ഇതെല്ലാം പാടെ കൂടിയിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ വൈറ്റ് കസ്കസ് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്താൽ നല്ലൊരു കൊഴുപ്പ് ഇട്ടുണ്ടാകും മസാലക്ക്. പിന്നെ ഒരു 4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തോളൂ. പിന്നെ ഇത് കരിയാത്ത രൂപത്തിൽ മുറിച്ചെടുക്കുക. കറിവേപ്പില ഇതേപോലെ ഒന്ന് പൊടിഞ്ഞിട്ട് വരണം കേട്ടോ. പിന്നെ എളുപ്പം തന്നെ ചട്ടി നിന്ന് കോരി മാറ്റുക. പിന്നെ നല്ലവണ്ണം ചൂടാറിയതിനു ശേഷം നല്ല പൊടിഞ്ഞ് കിട്ടുന്ന മിക്സിയുടെ ജാറിന് എടുക്കുക. അതിലേക്ക് മൊത്തം ഇട്ട് കൊടുക്കുക. അത് നല്ല പൗഡർ രൂപത്തിലുണ്ട് പൊടിച്ചെടുത്തോളൂ. അപ്പോൾ നമ്മളെ അടിപൊളി ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. 1 കിലോ ചിക്കനിക്ക് 2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.